പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ശരണാഗതി എന്നുള്ളതാണ്. നവവിധ ഭക്തിമാർഗങ്ങളിൽ ഒന്നാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്, അഥവാ ശരണാഗതി, സ്വയം ഈശ്വരന് സമർപ്പിക്കുന്ന അവസ്ഥ. സ്വന്തം ശരീരവും മനസ്സും ബുദ്ധിയും ഉൾപ്പെടെ സർവസ്വവും ഈശ്വരനിൽ സമർപ്പിക്കുക, അതാണ് ശരണാഗതി. സമ്പൂർണ്ണ സമർപ്പണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ ഈ സമ്പൂർണ്ണ സമർപ്പണം സാധ്യമാവുകയുള്ളൂ. ആരിലാണ് നമ്മൾ ശരണാഗതി പ്രാപിക്കേണ്ടത്? നമ്മിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റാരുടെയെങ്കിലും മുന്നിലല്ല സമർപ്പണം വേണ്ടത്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തിലാണ് നാം ഈ ശരണാഗതി അടയേണ്ടത്. ആ ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. ആ ശക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതിൽ നിന്നാണ് ശരണാഗതി എന്ന ഭാവത്തിലേക്ക് എത്തുന്നത്. എല്ലാം ആ ശക്തിയുടെ ഇച്ഛ പോലെ മാത്രമാണ് സംഭവിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസം. എല്ലാം അവിടുത്തെ സങ്കല്പം പോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് കരുതി ആ ഇച്ഛയ്ക്ക് പൂർണ്ണമായും നമ്മെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ, അതിനാണ് ശരണാഗതി എന്ന് പറയുന്നത്. ആധ്യാത്മിക പാതയിൽ ആരും അന്ധമായി ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് സമ്പൂർണ്ണ സത്യത്തിൻ്റെ മാർഗമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. സ്വയം പരീക്ഷിച്ചറിഞ്ഞ് ആ സത്യത്തെ സ്വയം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. സ്വന്തം അനുഭവത്തിലൂടെ ആ സത്യം ബോധ്യമായെങ്കിൽ മാത്രമേ വിശ്വാസം ഉറയ്ക്കുകയുള്ളൂ. അന്ധമായ വിശ്വാസവും പാടില്ല, അന്ധമായ അവിശ്വാസവും പാടില്ല. അന്വേഷണ ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. നാം സത്യാന്വേഷികളായിരിക്കണം. സത്യമാണോ എന്ന് അന്വേഷിച്ചറിയുവാനുള്ള തുറന്ന മനസ്സാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ സത്യം കണ്ടെത്താനാകൂ. മുൻവിധിയോടുകൂടി സമീപിച്ചാൽ ഒരിക്കലും സത്യം കണ്ടെത്താനാവില്ല. ആധ്യാത്മികതയുടെ ഓരോ പടവും സ്വയം ചവിട്ടി കയറിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയൂ. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് വഴികാട്ടിയാകാമെന്നല്ലാതെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നാം സ്വയം പരിശ്രമിച്ചേ മതിയാകൂ. അപ്പോൾ നമുക്ക് ബോധ്യമാകും, ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്ന ശക്തി നമ്മിൽ തന്നെ കുടികൊള്ളുന്നുണ്ട് എന്ന കാര്യം. ഒരു പുൽക്കൊടി പോലും ആ ശക്തിയുടെ ഇച്ഛയില്ലാതെ ചലിക്കില്ല എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടും. ആ ശക്തിയിലുള്ള വിശ്വാസം ഉറയ്ക്കും. അപ്പോഴാണ് ശരണാഗതിയുടെ അവസ്ഥ ഉണ്ടാവുക. എല്ലാം ആ ശക്തിക്ക് മുന്നിൽ സമർപ്പിക്കുക. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം അവിടുത്തെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക. അതായത് സ്വന്തം മനസ്സാക്ഷി അഥവാ ചിത്തം എന്ത് പറയുന്നുവോ അപ്രകാരം മാത്രം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതാണ് ശരണാഗതി എന്ന് പറയുന്നത്. ഇത് അത്ര എളുപ്പമാണ് എന്ന് കരുതണ്ട. നാം ഇന്ദ്രിയങ്ങൾക്ക് അടിമകളാണ്, മനുഷ്യരല്ല. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രലോഭനം മൂലം മനസ്സ് ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടായിരിക്കും നാം പ്രവർത്തിക്കുക. നമ്മുടെ മനസ്സാക്ഷി ഒന്ന് പറയും, പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ വിരുദ്ധമായിട്ടായിരിക്കും. മനസ്സിനെ ഈ ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്നും വിടുവിച്ച് അന്തർമുഖമാക്കി മനസ്സാക്ഷി പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ സജ്ജമാക്കലാണ് സാധന അനുഷ്ഠാനങ്ങൾ വഴി ചെയ്യുന്നത്. അപ്രകാരമുള്ള അവസ്ഥ എത്തിയാൽ ശരണാഗതിയായി. സ്വന്തം ആത്മാവിൻ്റെ അഥവാ മനസാക്ഷിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനെയും തയ്യാറാക്കുക. ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളെ അകറ്റി നിർത്തുക. അപ്പോൾ നാം ആ ആത്മശക്തിക്ക് കീഴടങ്ങിയതായി കരുതാം. അതാണ് ശരണാഗതി. ആധ്യാത്മിക പാത എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധിയെയും യുക്തിയെയും അവഗണിച്ച് അന്ധമായി വിശ്വസിച്ച് സ്വയം കീഴടങ്ങുന്ന ഒരു ഏർപ്പാടാണെന്നാണ് ആധുനിക യുക്തിവാദം പറയുന്നത്. എന്നാൽ
സ്വന്തം ബുദ്ധിയെയും യുക്തിചിന്തയെയും പൊതിഞ്ഞു നിൽക്കുന്ന മായയുടെ കവചം പൊട്ടിച്ച് അതിന് കൂർമ്മത വരുത്തി പ്രപഞ്ച സത്യത്തിലേക്ക് വെളിച്ചം വീശാൻ തക്കവണ്ണം ഉന്നതമായ നിലയിലേക്ക് അവയെ എത്തിക്കുകയാണ് ആധ്യാത്മികത ചെയ്യുന്നത്. ശരണാഗതി എന്ന് പറഞ്ഞാൽ ആരുടെയും മുന്നിൽ കീഴടങ്ങലല്ല. നമ്മിൽ തന്നെയുള്ള ദിവ്യശക്തിക്ക് മുന്നിൽ അലഞ്ഞു തിരിയുന്ന നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും ശരീരത്തെയും സമർപ്പിക്കലാണ്. അതായത് സെൽഫ് കൺട്രോൾ. മറ്റെല്ലാറ്റിനെയും നമ്മുടെ ആത്മശക്തിക്ക് വിധേയമാക്കൽ, അതാണ് ശരണാഗതി. ഞാൻ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല, പരമാത്മ ചൈതന്യമാണ് എന്ന് ബോധ്യപ്പെടൽ, അതാണ് ശരണാഗതി. എന്താണ് നാം സമർപ്പിക്കേണ്ടത്? ഈശ്വരന് സമർപ്പിക്കാൻ നമ്മുടെ സ്വന്തമായി നമുക്ക് എന്താണുള്ളത്? ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഈശ്വരൻ്റേതാണ്. നാം അർച്ചിക്കുന്ന പുഷ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. അർപ്പിക്കുന്ന നൈവേദ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റേതാണ്. നാം ചെയ്യുന്ന സേവനങ്ങൾ പോലും അദ്ദേഹം ഒരുക്കിത്തരുന്ന അവസരങ്ങൾ മാത്രമാണ്. പിന്നെ എന്താണ് നമുക്ക് സമർപ്പിക്കാനുള്ളത്? നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ എന്ന നമ്മുടെ പിടിവാശി, അതായത് നമ്മുടെ അഹംഭാവം, അതാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. എല്ലാം അവിടുത്തെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുന്ന മനോഭാവം, അതാണ് ഉണ്ടാകേണ്ടത്. എല്ലാം ആ ശക്തിയുടെ ഇച്ഛ പോലെ മാത്രമേ നടക്കൂ എന്നും എല്ലാം സംഭവിക്കുന്നത് ആ ഇച്ഛപ്രകാരം മാത്രമാണെന്നും വിശ്വസിക്കുകയും നമ്മെ ആ ഇച്ഛാശക്തിക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ശരണാഗതി. ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കാത്ത അഥവാ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും ത്യജിക്കലാണ് ശരണാഗതി. ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ കെട്ടുപാടുകളും അമിതമായ ആസക്തിയും ഉപേക്ഷിക്കണം. നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ നിഷ്കാമമായി യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ നിറവേറ്റണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. കർമ്മങ്ങൾ അഥവാ കടമകൾ നിറവേറ്റുക എന്നത് മാത്രമാണ് നമുക്ക് കരണീയം. ഫലം നിശ്ചയിക്കേണ്ടത് ഈശ്വരനാണ്. ഫലത്തെപ്പറ്റി വ്യാകുലപ്പെടാതിരിക്കുക, ഫല ഇച്ഛയെ ത്യജിക്കുക. എന്തിനാണ് ശരണാഗതി? നാം സമ്പാദിച്ചു വച്ചിട്ടുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം ജനന മരണചക്രത്തിൽ നമ്മെ ബന്ധിച്ചിടുന്നവയാണ്. ആധ്യാത്മിക പാതയിൽ ചരിക്കുന്ന ഒരു സാധകൻ്റെ പരമമായ ലക്ഷ്യം ഈ സംസാര ചക്രത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ഈ ഭൗതികമായ കെട്ടുപാടുകളും അഹംബോധവും അടിയറ വച്ചേ മതിയാകൂ. ഭൗതികമായ ആഗ്രഹങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെയാണ്. അത് നിങ്ങളെ ലക്ഷ്യമില്ലാതെ പലയിടത്തേക്കും വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക. കാലക്രമേണ കൈവെടിയുക. ഈ ഭൗതികമായ യാതൊന്നും മരണസമയത്ത് നമ്മോടൊപ്പം വരില്ല. ഈ സത്യം എല്ലാവർക്കും അറിയാം. എങ്കിലും അവയെ കൈവിടാൻ ആർക്കും മനസ്സില്ല. ഈ കെട്ടുപാട് നമ്മെ യഥാർത്ഥ നമ്മിൽ നിന്നും അകറ്റുന്നു. സുഖം തരുന്നു എന്ന് നമ്മൾ കരുതുന്ന ഈ ഭൗതിക വസ്തുക്കളെല്ലാം ആത്യന്തികമായി ദുഃഖത്തിനും നിരാശയ്ക്കും അശാന്തിക്കുമാണ് കാരണമാകുന്നത്. എന്നാൽ നിത്യസുഖവും ശാന്തിയും നമ്മിൽ തന്നെയുണ്ട്. മൂക്കത്തിരിക്കുന്ന കണ്ണടയ്ക്ക് വേണ്ടി തിരയുന്നത് പോലെ, കസ്തൂരിമാൻ കസ്തൂരിയുടെ ഗന്ധം തേടി അലയുന്നത് പോലെ നാം ഭൗതികമായ വസ്തുക്കളിൽ സുഖവും ശാന്തിയും തേടുകയാണ്. എന്നാൽ അവ തന്നെയാണ് യഥാർത്ഥത്തിൽ സുഖമില്ലായ്മയ്ക്കും അശാന്തിക്കും കാരണം എന്നതാണ് വിരോധാഭാസം. യഥാർത്ഥമായ സുഖവും ശാന്തിയും ലഭിക്കുവാൻ ഈ ഭൗതികമായ കെട്ടുപാടുകൾ നമ്മുടെ അഹംബോധം ഉൾപ്പെടെ നമ്മിൽ തന്നെയുള്ള ആത്മശക്തിക്ക് മുന്നിൽ അടിയറ വച്ചേ മതിയാകും. എല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുത്താൽ നമ്മുടെ ഭാരമെല്ലാം ഇല്ലാതെയാകും. ശാന്തിയും സന്തോഷവും കൈവരും. നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കുന്നു. ഫലത്തെപ്പറ്റി നാം വ്യാകുലപ്പെടുന്നില്ല. ഫലം നിശ്ചയിക്കുന്നത് ഈശ്വരനാണ്. അവിടുത്തേക്കറിയാം നമ്മൾ എന്താണ് അർഹിക്കുന്നതെന്ന്. ആ ശക്തിക്ക് മാത്രമേ നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം അറിയാൻ കഴിയൂ. നമ്മുടെ ശക്തിയും ദൗർബല്യവും അവിടുന്ന് അറിയുന്നു. നമ്മെ ലക്ഷ്യത്തിലെത്തിക്കാൻ സദാ സന്നദ്ധനാണ് അദ്ദേഹം. നാം തയ്യാറാകണമെന്ന് മാത്രം. നമ്മെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ നമ്മുടെ യാത്ര ത്വരിതവും സുഗമവുമായി തീരും.
ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ ലഗേജ് ആരെങ്കിലും തലയിൽ ചുമക്കുമോ? നമ്മയും നമ്മുടെ ലഗേജിനെയും ട്രെയിൻ വഹിച്ചുകൊണ്ട് പോയിക്കൊള്ളും. നമ്മളതേപ്പറ്റി വേവലാതിപ്പെടേണ്ടതില്ല. ശരണാഗതി സമ്പൂർണ്ണമായിരിക്കണം, ഭാഗികമാകരുത്. നമ്മുടെ ആരോഗ്യകരമായ ആധ്യാത്മിക ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന അർബുദമാണ് അമിതമായ ഭൗതിക വാഞ്ചയും മമകാരവും, ഞാൻ എന്ന ചിന്ത. അതിനെ ശസ്ത്രക്രിയ ചെയ്ത് നീക്കിയേ മതിയാകൂ. അതിന് ഈശ്വരൻ എന്ന സർജന് മാത്രമേ സാധിക്കൂ. രോഗം ഭേദമാകണമെങ്കിൽ ഡോക്ടറിൽ പൂർണ്ണമായ വിശ്വാസം വേണം. ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഓപ്പറേഷൻ ടേബിളിൽ നമ്മെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ ഡോക്ടർക്ക് നമ്മെ സമർപ്പിക്കണം. പിന്നെ രോഗിയെ രക്ഷിക്കേണ്ട ചുമതല ഡോക്ടറുടേതാണ്. അത് അദ്ദേഹം നിർവഹിച്ചുകൊള്ളും. അതേപ്പറ്റി രോഗി വേവലാതിപ്പെടേണ്ടതില്ല. സമ്പൂർണമായ വിശ്വാസവും സമർപ്പണവും ഇതാണ് വേണ്ടത്. എല്ലാം അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊണ്ട് ശരണാഗതി തേടുക. ആധ്യാത്മിക ഉന്നമനത്തിന് ഏറ്റവും സുരക്ഷിതമായ മാർഗവും അതുമാത്രമാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ മുന്നിലും പിന്നിലും ഇടവും വലവും മുകളിലും താഴെയും നമ്മോടൊപ്പം നിന്ന് നമ്മെ നയിക്കും. നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഏറ്റെടുത്തുകൊള്ളും. പിന്നെ നമുക്ക് ഭയത്തിനും ഉത്കണ്ഠയ്ക്കും അശാന്തിക്കും കാരണമില്ല. എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരം നമ്മെ ഭരിക്കുമ്പോൾ നാം പരാജയത്തിൽ ചെന്ന് ചാടും. എല്ലാം ഈശ്വരന് വിട്ടുകൊടുത്താൽ നാം സ്വതന്ത്രരായി സ്വസ്ഥരായി. നന്മകൾ വരുമ്പോൾ അത് നമ്മുടെ മിടുക്കായി കാണുകയും കഷ്ടതകൾ വരുമ്പോൾ അതിൽ ഈശ്വരനെ പഴിക്കുകയുമാണ് നാം ചെയ്യാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് വേണം ചിന്തിക്കുവാൻ. എല്ലാ നന്മകൾക്കും കാരണം ഈശ്വര കാരുണ്യമാണെന്നും കഷ്ടതകൾക്ക് കാരണം നമ്മുടെ കർമ്മദോഷമാണ് എന്നും കരുതണം. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുത്താൽ പിന്നെ ഈ വക ചിന്തകൾക്ക് സ്ഥാനമുണ്ടാവില്ല. അനന്യശ്ചിന്തയന്തോ മാം യേ ജനപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഗീതാവാക്യം. സമ്പൂർണമായ സമർപ്പണം വന്നാൽ സുഖവും ദുഃഖവും എല്ലാം ഒരേ മനസ്ഥിതിയോടെ കാണാനുള്ള മാനസികാവസ്ഥ നമുക്ക് കൈവരും. അതിന് നമ്മെ പ്രാപ്തരാക്കാൻ പല പരീക്ഷണ ഘട്ടങ്ങളും വന്നു ചേരും. നാം അപ്പോഴൊന്നും പിന്തിരിയാതെ ഭക്തിയും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാം ഭഗവത് ഇച്ഛയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. തീർച്ചയായും ഭഗവാൻ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും. നിസ്സാരമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഭഗവാനെ പഴിപറഞ്ഞ് വ്യതിചലിച്ചാൽ നാം ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല. ലക്ഷ്യം നേടണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്: ശ്രമവും ദമവും, പരിശ്രമവും ക്ഷമയും. ആത്മീയമായ ഈ ശരണാഗതിയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള ഏറ്റവും സുഗമമായ മാർഗം. അതിന് വലിയ ജ്ഞാനമോ യാഗഹോമ യജ്ഞാദികളോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവകളിൽ വന്നേക്കാവുന്ന പിഴവുകളെ ഭയപ്പെടേണ്ടതുമില്ല. സർവവും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഇച്ഛയ്ക്കൊത്ത് നിഷ്കാമമായി സ്വധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സർവദാ നാമസ്മരണയിൽ മുഴുകി ജീവിച്ചാൽ മാത്രം മതി. പക്ഷേ ശരണാഗതിയുടെ ഭാവം കൈവരണം. ഞാൻ എൻ്റേത് എന്ന അഹംബോധം ഉണ്ടാകാൻ പാടില്ല. ആ മഹൽ ശക്തിയിൽ പൂർണ്ണമായ വിശ്വാസവും ഭക്തിയും വേണം. അതുവഴി നാം നിർഭയരായി മാറുന്നു, ശാന്തചിത്തരായി തീരുന്നു, എല്ലാവരോടും ഏകാത്മഭാവം ഉള്ളവരായി തീരുന്നു. ജീവിതം പരോപകാരാർത്ഥമായി തീരുന്നു. ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്ന ചിന്ത ഉള്ളിടത്തോളം കാലം ശരണാഗതി സാധ്യമല്ല. ഞാനും ഈശ്വരനും ഒന്നാണെന്ന ബോധത്തിലേക്ക് വരണം. ഞാനെന്ന ഭാവമത് തോന്നായിക വേണം. ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. ഈ അദ്വൈത ഭാവം കൈവരുമ്പോൾ മാത്രമേ ശരണാഗതി പൂർണ്ണമാവുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വിഷയമായി കാണാം.